ശരിക്കും ഈ വളവുകളിൽ ഓരോരുത്തടത്തും ക്ലിയറായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ സൂക്ഷിച്ച് പോകണം. അതായത് സെക്കൻഡ് ഗിയറിലോ തേർഡ് ഗിയറിലോ തന്നെ പോകണം. കാരണം പലപ്പോഴും പ്രധാനമായിട്ട് ചെറിയ വെഹിക്കിളിലൊന്നും പ്രോബ്ലം കാണത്തില്ല. ഈ ലോഡുമായിട്ട് വരുന്ന വെഹിക്കിളുകൾക്ക് ഈ ലെഫ്റ്റ് സൈഡ് പിടിച്ച് പോകുമ്പോഴും അതായത് റൈറ്റ് സൈഡ് ആയാലും ശരി, അവർക്ക് ഈ കർവ് തീർന്നു എന്ന് തോന്നും. നമ്മൾ ഒരു പൊതിയുണ്ട്, ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഇവിടെ തന്നെ നമുക്ക് കർവ് തോന്നുന്നു തോന്നും. പക്ഷേ തിരിച്ച് പെട്ടെന്ന് തന്നെ അടുത്ത കർവ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം കുറേയേറെ കർവുകളുണ്ട്. അപ്പം പല കർവുകളും നല്ല അർദ്ധവൃത്താകൃതിയിലാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, കൂടാതെ ഇറക്കമുണ്ട്. ആ ഇറക്കത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട്, അതായത് 5th ഗിയറിലോ 6th ഗിയറിലോ ഒക്കെ ആയിരിക്കും നമ്മൾ സാധാരണ NHലൂടെ പോകുന്നത്. കാരണം സിംഗിൾ സൈഡാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ 5th-ലോ 6th-ലോ പോകുമ്പോൾ എന്താ കണ്ടില്ലേ, ഈ ഇറക്കത്ത് തന്നെ നമ്മൾ ആ 6th ഗിയറിൽ പോയിട്ട് റൈറ്റിലോട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കിട്ടില്ല. അപ്പോൾ ഒന്നിന് വണ്ടി എടുത്ത് അടിക്കും. കണ്ടിപ്പോൾ ആ ലോറി തന്നെ നോക്കി, ആ ലോറി വളരെ കെയർഫുള്ളായിട്ടാണ് പോകുന്നത്. അത് നല്ല സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരുപാട് വണ്ടികൾ മറിഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റിലോട്ട് മറിഞ്ഞു പോകും. സാധാരണയായിട്ട് ഈ സിംഗിൾ കല്ലുകളില്ലേ, ഒറ്റ കല്ല് കൊണ്ടുവരും ഈ മാർബിളൊക്കെ കയറാൻ വേണ്ടിയിട്ട്. അതൊക്കെ ആ വളവിൽ മറിഞ്ഞു കിടക്കുന്ന ഒരുപാട് കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വളവ് കണ്ടപ്പോൾ ഇതൊന്ന് വീഡിയോയിൽ പകർത്തണമെന്ന് തോന്നി. പിന്നെ അതുകൂടാതെ ഇവർ വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ അടുത്ത്, അതായത് വോയിസ് കേൾക്കുന്നുണ്ട് നമുക്ക്. പ്ലീസ് ഗോ ഇൻ സെക്കൻഡ് ഗിയർ, ഓവർടേക്ക് ചെയ്യരുത്, അങ്ങനെ എല്ലാ ഇൻസ്ട്രക്ഷൻസും വോയിസ് ഇൻസ്ട്രക്ഷൻസും തരുന്നുണ്ട്. കൂടാതെ റോഡ് കട്ട് ചെയ്തിട്ട് കുറച്ച് പരുക്കാക്കിയിട്ടുണ്ട് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല രീതിയിൽ ഡിവൈഡറും വെച്ചിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും കുറച്ച് സ്പീഡ് ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗിയർ ഡൗൺ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ബോർഡ് കാണുമ്പം ഇനിയൊക്കെ ആരെങ്കിലുമൊക്കെ ഈ ഒസൂറിന്ന് സേലം പോവുക, സേലത്ത് നിന്ന് ഒസൂർ പോകുമ്പോൾ കുഴപ്പമില്ല. ഒസൂറിന് സേലം പോകുമ്പോഴാണ് ഈ ഗട്ട് റോഡിൻ്റെ ഇറക്കം കാണുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് പോകുന്നത് നന്നായിരിക്കും.